ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹായ് മാഡം, എനിക്ക് മാരീഡ് ലൈഫ് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. ആക്ച്വലി ഈ മംഗ്ലീഷ് വായിക്കുമ്പോഴാണ് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. എല്ലാരും പക്ഷെ അങ്ങനെ അയക്കുള്ളൂ അല്ലേ? ഹായ് മാഡം, എനിക്ക് മാരീഡ് ലൈഫ് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം, കുട്ടിയോടും ദേഷ്യം തോന്നുന്നതാണ്, കെയർ ചെയ്യാൻ തോന്നാത്ത വിധം. ഇത് ഏകദേശം അതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആയിരിക്കാം. ഇതേപോലത്തെ എന്തെങ്കിലും കുട്ടീനെ നോക്കാൻ പറ്റാത്ത വരുന്നു. ഈ ഒരു ഹോർമോണൽ ചേഞ്ചസിനെ കൊണ്ടിട്ടൊക്കെ വരുന്ന ഒരു സാധനമായിരിക്കാം. ഓക്കെ, അപ്പൊ അത് സിമിലർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് അങ്ങനെ പോയി. വേറെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നെ എപ്പോഴും കുറ്റം പറയും. എനിക്ക് 19 ഏജ് ആയപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ആരും എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. കുഞ്ഞുണ്ടായി കഴിഞ്ഞു എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ടും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തും, എന്നെ മാനസികമായി തളർത്തും. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവ് പോലും മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്തു ചെയ്യും? പ്ലീസ് റിപ്ലൈ. കുറച്ചും കൂടെ കൂടുതൽ ഇൻഫർമേഷൻ വേണം. ഹസ്ബൻഡും കൂടെ സെഷനിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. എന്താണ് ശരിക്കും ഇയാളുടെ പ്രശ്നം എന്നുള്ളത്. രണ്ട് പ്രോബ്ലം ആണ് പറയുന്നത്. ഒന്ന് ഭർത്താവിന്റെ വീട്ടുകാരും മനസ്സിലാക്കാത്ത കേസ്. എന്താണ് മനസ്സിലാക്കാത്ത എന്നുള്ളതില്ലല്ലോ. തെറ്റിദ്ധാരണയാണെങ്കിലോ? അല്ല മാഡം, അതായത് 19 വയസ്സായപ്പോൾ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയി. എനിക്ക് തോന്നുന്നു പ്രസവ ശേഷം എന്താണ്, അതായത് ഭർത്താവിന്റെ വീട്ടുകാരും എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് ഈ കുട്ടി നല്ലപോലെ ആ കുഞ്ഞിനെ നോക്കണം എന്നാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടി ചോദിക്കുന്നത്, എനിക്കിത് അറിയാതെ ഞാൻ എങ്ങനെ നോക്കും, എനിക്ക് 19 വയസ്സല്ലേ ഉള്ളൂ, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, അതിന് കുറ്റപ്പെടുത്തുകയാണെന്നാണ്. അതായത് ഇപ്പം ഇയാൾക്ക് 19 വയസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ 18 വയസ്സിലെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവണം. 19 വയസ്സ് പെട്ടെന്ന് പ്രഗ്നന്റ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞതായിരിക്കും. നമ്മള് കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ഗസ് ചെയ്തെടുത്തിട്ടാണ് പറയണത്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ മേ ബി ഇതൊരു പോസ്റ്റ്മോർട്ടം ആയിരിക്കാം. ആ ഒരു സമയത്ത് നമുക്ക് എല്ലാം ഭയങ്കര അധികമായിട്ട് കാണും. പക്ഷെ നമ്മൾ വേറെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അതായത് ഭർത്താവിന്റെ വീട്ടുകാരുടെയും കേസ് എടുക്കാം. അപ്പൊ ഇതൊരു 19 വയസ്സ് മാത്രമായ ഒരു കുട്ടിയാണ്, ഇപ്പൊ പുതിയൊരു അമ്മയാണ്. അപ്പൊ അതൊക്കെ എല്ലാരും അങ്ങനെ പരിഗണിക്കേണ്ടതാണ്. പരിഗണിക്കുന്നില്ല. അതെന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന്റെ ഇൻഫർമേഷൻ കിട്ടിയാലല്ലേ ഉള്ളൂ. ചിലപ്പോ ഈ കുട്ടീനെ തോന്നലാണെങ്കിലോ, ഈ ഹോർമോണൽ ചേഞ്ചിനെ കൊണ്ടൊക്കെ വരുന്ന ഒരു തോന്നലാണെങ്കിലോ. അപ്പോ എന്തായാലും ഇൻഫർമേഷൻസ് കൂടുതൽ തന്നാൽ മാത്രം നമുക്ക് വളരെ റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇതിപ്പോ കൊറേ ഉണ്ട്, പക്ഷെ റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, സിംറ്റം മനസ്സിലാവുന്ന തരത്തിലേക്കുള്ള കുറെ കഥ പറയാതെ ഇൻഫർമേഷൻസ് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വേറൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലേക്ക് പോവാം. ജെലാറ്റോഫോബിയയെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്കറിയാവുന്ന ആൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. ആളുകൾ എന്തേലും പറയുന്നതും ചിരിക്കുന്നതും ഇവനെ കുറിച്ചാണ് എന്ന് കരുതി അത് ഓർത്തോർത്ത് കൂടുതൽ വിഷമം സ്വയം അനുഭവിക്കും. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ നിസാര രോഗങ്ങൾ പറഞ്ഞ് ഡോക്ടറിനെ കാണാൻ എന്ന് പറഞ്ഞ് ക്യാഷുമായി ദൂരെ കറങ്ങി നടന്ന് തിന്നും കുടിച്ചും നടക്കും. എന്തേലും ആയുർവേദം നമുക്ക് കുറച്ചായിട്ട് പോകാൻ തോന്നുന്നു. ജെലാറ്റോഫോബിയെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനടുത്ത് എന്താ പറഞ്ഞ, എനിക്കറിയാവുന്ന, അതായത് ഈ പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരൻ വേറൊരാളെ പറ്റിയിട്ട് പറയാണ്. അപ്പൊ എനിക്കറിയാവുന്ന ആൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. അതാണ് പ്രശ്നം. അപ്പൊ ഈ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ ഈ പുള്ളി വിചാരിക്കുന്നത് ആളുകൾ എന്നെ കണ്ടെന്തെങ്കിലും, ആളുകളൊക്കെ പറയുന്നത് എന്നെ പറ്റിയാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ക്യാഷ് ഒക്കെ മേടിച്ചിട്ട് ദൂരെ സ്ഥലത്തോട്ട് പോകും. അത് ചിലപ്പോൾ ഡെലൂഷണൽ ഐഡിയയോ പെർസിക്യൂട്ടറി ഡെലൂഷനോ അങ്ങനത്തെ എന്തെങ്കിലും ആവും. അതായത് എന്നെ പറ്റിയാണ് ഇവർ പറയുന്നത്, എനിക്കെതിരെയാണ് ഇവർ പറയുന്നത്, എല്ലാവരും എനിക്കെതിരെയാണെന്നുള്ള തെറ്റായിട്ടുള്ളൊരു തോന്നല് ചിലപ്പോൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരാളായിരിക്കാം ചിലപ്പം കൂടെ ഉള്ളത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് കഥ ഇനിയുണ്ട്. ഇവനെ കുറിച്ചാണെന്ന് ഓർത്ത് കൂടുതൽ വിഷമം സ്വയം അനുഭവിക്കും. അപ്പൊ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിട്ട്, അതായത് ഇവരുടെയൊക്കെ ഇത് ഇതാക്കാൻ വേണ്ടിട്ട് നിസാര രോഗങ്ങൾ പറഞ്ഞ് ഡോക്ടറിനെ കാണാൻ എന്ന് പറഞ്ഞ് ക്യാഷുമായി ദൂരെ കറങ്ങി നടന്ന് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി അതെ തിന്നും കുടിച്ചും നടക്കും. എന്തേലും ആയുർവേദ മരുന്ന് വാങ്ങും.
സ്വന്തം ഏരിയ വിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇല്ലല്ലോ. കൂടുതലും അപരിചിതരാണ് അന്യദേശങ്ങളിൽ എന്നതുകൊണ്ട് സ്വന്തം നാട്ടിൽ ആളുകളുടെ മുന്നിൽ നടക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണ്. വെരി കോംപ്ലിക്കേറ്റഡ്. അല്ല, എനിക്ക് തോന്നുന്നത് ഈ ഒരു ആളുടെ കൂടെ ജീവിച്ചിട്ടുള്ള ഒരു കെയർ ടേക്കർ ബേർഡൻ പോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരാളിൽ കാട്ടിക്കൂട്ടുന്ന പല സാധനങ്ങളും ഇങ്ങനെയുള്ള ഒരു ആൾക്കാർ ചിലപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാം. നാട് വിട്ട് പോകാം, ആൾക്കാരെ കാണാണ്ടിരിക്കുക, രാത്രി മാത്രം പുറത്തിറങ്ങാം, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിച്ച് മടുത്ത പോലത്തെ നാട്ടിൽ ഇരുട്ടിന്റെ മറവിൽ ഇറങ്ങി നടക്കുന്നതാണ്. അപ്പം അങ്ങനെ പേടിച്ച് നടക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നിർത്തണം. അപ്പൊ അത് ആ ഒരു തോട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൈക്കോതെറാപ്പീസ് എന്താന്ന് വെച്ചാല് ചെയ്തു കഴിഞ്ഞാലാണ് അത് കുറയുക കേട്ടോ. അതില് കൂടുതൽ നമുക്ക് മുന്നിലൂടെ നടക്കാൻ മടി കാരണം വാഹനം വിളിച്ചു പോകും. ഇതൊക്കെ കാരണം ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. ജോലി ചെയ്യുന്നിടത്ത് ആളുകളുമായി സമ്പർക്കം ഒഴിവാക്കാൻ വല്ല റൂം ക്ലീനിങ് പോലുള്ള ജോലിയെ ചെയ്യൂ. ജോലിക്ക് പോയാലും ഇതൊക്കെയാണ് ക്യാരക്ടർ. അത് ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചിന്തനെ കൊണ്ടിട്ടൊക്കെ ആയിരിക്കും. മാഡം, അപ്പൊ ഇവർ ഫസ്റ്റ് തന്നെ ചോദിച്ചിരിക്കുന്നത് ജെലാറ്റോഫോബിയെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അല്ല, അതാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന സിംറ്റംസ്. ജെലാറ്റോഫോബിയ ഉള്ള ആൾക്കാണ് ഇതേപോലെയൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുടെ ഒരു അസുഖത്തിന്റെ പേരാണ് അവർ ആദ്യമേ അത് പറഞ്ഞിട്ടാണ് അതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവര് ഡിസോർഡർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുള്ള ചികിത്സയ്ക്ക് വേഗം കൂടെ പോകുക എന്നുള്ളൊരു സാധനം മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എനിക്ക് 35 വയസ്സായി, എന്നിട്ടും ഒരു മുതിർന്ന വ്യക്തിയെ പോലെ ആളുകളോട് സംസാരിക്കാൻ, ബിഹേവ് ചെയ്യാൻ ആവുന്നില്ല. ഇപ്പോഴും ടീനേജുകാരനെ പോലെ വ്യക്തിത്വം ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെ. ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. കല്യാണം കഴിക്കാനൊക്കെ കോൺഫിഡൻസ് ഇല്ല. ഇത് എന്തുകൊണ്ടാണ്? അല്ലാതെ എന്തുകൊണ്ടാണെന്ന് നമുക്ക് അത് അറിയണമെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് വേണം. അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പ്രായത്തിനനുസരിച്ച് നമുക്ക് പക്വതയും നമ്മുടെ ജീവിതത്തിൽ ഓരോ മൈൽ സ്റ്റോൺസുകളാകുമ്പോൾ നമ്മൾ അതിലേക്ക് അച്ചീവ് ആയി പോണ്ടേ. അതല്ലേ ഒരു ലൈഫ് എക്സ്പീരിയൻസ്. ഇപ്പൊ എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചു, മാഡം ഒരു കുഞ്ഞ് വേണം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വയസ്സാം കാലത്ത് നോക്കാൻ, അങ്ങനത്തെ കുറെ ക്ലീശേ സാധനങ്ങളൊക്കെയാണ് പറയുന്നത്. ശരിക്കും എന്തിനാണ് ഒരു കുഞ്ഞെന്ന്? അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു ഉത്തരം എന്താ വെച്ചാൽ, ഒരു പെണ്ണായിട്ട് ഏതായാലും ജനിച്ചു, അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ടൂറും അഡ്വഞ്ചറൊക്കെ ചെയ്യുന്നത് പോലെ ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചറസ് ടൂറ് പോലെ ഒരു സാധനമാണ്. ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു അവസരമുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ ലൈഫിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് നമ്മളത് അത് അനുഭവിച്ച് നോക്കുക, അതെന്താ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ആ കുഞ്ഞാവുമ്പോൾ എന്താണ് ഫീലിങ്, എല്ലാവരുടെയും സ്വഭാവം മാറും നമ്മളോട്, നമ്മൾ ആൾക്കാർ പരിചരിച്ചു തുടങ്ങും. ബസ് വരെ കയറിയാൽ നമുക്ക് സീറ്റ് എണീച്ച് തരും. അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ, ഓ ഇങ്ങനെയൊക്കെയാണല്ലേ പ്രഗ്നൻ്റ് ആയ കുട്ടിയായാൽ എങ്ങനെയാണ് ഫീലിംഗ്, എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ, എങ്ങനെയാണ് ലേബർ റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കഥ, അതൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം ലൈഫിൽ കിട്ടുമ്പോൾ അതൊരു ഒരു ടൂറൊക്കെ പോലത്തെ ഒരു സാധനമായി അതിനെ കണ്ടുകൊണ്ട് റിച്ച് ഓഫ് എക്സ്പീരിയൻസ് നേടി അതിനെ നമ്മൾ അനുഭവിച്ചൊന്ന് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മളിപ്പോൾ വയസ്സാം കാലത്ത് ഇപ്പോൾ കുട്ടികളെ കിട്ടുന്നൊന്നും ഒരു ഉറപ്പൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് അതിനു വേണ്ടിയാണ് പ്രഗ്നൻ്റ് ആവേണ്ടത് നമുക്ക് ഈ കാലത്തിൽ എന്തായാലും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല. അല്ല മാഡം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇയാൾക്ക് എപ്പോഴും ടീനേജിൽ തന്നെ ഇരിക്കാൻ അതാ ഞാൻ പറഞ്ഞു, ഓരോ മൈൽ സ്റ്റോണിനനുസരിച്ച് നമ്മൾ മാറണ്ടേന്ന്. അപ്പൊ ഇതേപോലത്തെ ഓരോ ജീവിതത്തിൽ സമയം എത്തുമ്പോൾ ഓരോ മൈൽ സ്റ്റോൺസിലേക്ക് നമ്മളിങ്ങനെ മാറി 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 പോകണം. അപ്പൊ അതൊക്കെ അനുഭവിക്കുക, അതൊക്കെ നമ്മൾ സീക്ക് ചെയ്യുക, അതൊക്കെ നമ്മൾ അനുഭവിക്കാനായിട്ട് ശ്രമിക്കുക. വേണമെങ്കിൽ നമുക്കൊരു IQ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാമെന്ന് തോന്നുന്നു. ഏതെങ്കിലും ഏരിയയിലൊക്കെ ഇനി എന്തെങ്കിലും സ്കില്ല് കുറവുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ന്യൂറോ ബാറ്ററീസ് കോൺഫിഡൻസും ഇല്ലാന്ന് പറയുന്നുണ്ട്. കോൺഫിഡൻസ് കുറവ് എന്തിനെ കൊണ്ടാണ്, അതെന്തിനെ കൊണ്ടാണെന്ന് അറിയില്ലല്ലോ. ഇയാൾ കണ്ട കാഴ്ചയാണ് അയാളുടെ കാഴ്ച. അയാൾ ലൈഫിൽ എന്താ കണ്ട, അയാളുടെ പാരൻസിന്റെ മാരേജ് എങ്ങനെയായിരുന്നു, അയാൾ കണ്ട ആൻറ്റി അങ്കിൾമാരെ മാരേജസ് എങ്ങനെയായിരുന്നു, ബ്രോക്കൺ ആയിരുന്നു, അയാൾ എന്തിനെയാണ് പേടിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പല സോക്രറ്റിക് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്ന പോലത്തെ പല ടെക്നിക്കുകൾ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് മനസ്സിലാക്കി എടുക്കണം. എന്നിട്ടേ നമുക്ക് ഇതിന് സൊല്യൂഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ പറയുക, മാം പറഞ്ഞതുപോലെ തന്നെ ഇത് മേ ബി ചിലപ്പോൾ IQ ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ പല ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തോട്ട്. IQ ടെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ബുദ്ധിയിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടാണോ എന്നല്ല കേട്ടോ അർത്ഥം.
IQ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി എത്ര ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി എത്ര ഉണ്ട്, അങ്ങനെ എല്ലാ ബുദ്ധിയുടെ ഏരിയാസിന് എത്ര പ്രായപക്വത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വല്ല കുറവും കൊണ്ടാണോ ഏതെങ്കിലും ഏരിയാസിൽ സ്കില്ല് ഡെഫിസിറ്റ് കൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂറോ ബാറ്ററീസും IQ ടെസ്റ്റും ഒക്കെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേറെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാഡം, എൻ്റെ അമ്മയ്ക്ക് സംശയ രോഗമാണ്, 62 വയസ്സുണ്ട്. തന്നെ വർത്തമാനം പറയും. കുറച്ച് ബന്ധുക്കൾ ശത്രുവായിട്ടാണ് കാണുന്നത്. അവർ എപ്പോഴും അമ്മയുടെ കുറ്റം പറയുന്നു എന്നാണ് പറയുന്നത്. വർഷങ്ങളായി വീട്ടിൽ എപ്പോഴും അച്ഛനോട് വഴക്കാണ്. വീട്ടിലുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അച്ഛൻ സഹോദരങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാണ് വഴക്ക്. ഇപ്പോൾ ഓർമ്മക്കുറവുമുണ്ട്. പഴയ കാര്യങ്ങൾ മാത്രം ഓർക്കും. ഹോസ്പിറ്റലിൽ വരത്തില്ല. ചില സമയത്ത് ഞങ്ങൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അറിയാതെ നമ്മളും റിയാക്ട് ചെയ്തു പോകും. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും. നൈബേഴ്സിനെയും അച്ഛൻ്റെ റിലേറ്റീവ്സിനെയും എല്ലാം പിണക്കി വെച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആരെ ഇഷ്ടപ്പെടുന്നോ അവരോടാണ് ഇപ്പോൾ ഏറ്റവും വെറുപ്പ്. ഒരു പാരനോയിഡ് സ്കിസോഫ്രീനിയുടെ ഒക്കെ സിംറ്റംസ് ഇങ്ങനെ കാണുന്നുണ്ട്. എല്ലാവരെയും സംശയം, എല്ലാവരും എനിക്കെതിരാണ്, അപ്പോൾ ഹസ്ബൻഡിന് സംശയമുണ്ട്, അതുപോലെ അയൽവാസികൾ റിലേറ്റീവ്സ് ഒക്കെ ഇവർക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു പാരനോയിഡ് എന്ന് പറയുമ്പോൾ ഒരു മെയിനായിട്ട് ഇവരിൽ കാണുന്നത് എല്ലാത്തിനോടൊരു സംശയമുണ്ട്. അപ്പം ആ ഒരു ലൈനിലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏജ് എത്രയാണ്? 62. ചിലപ്പോൾ അൾഷിമേഴ്സ് ഒക്കെ വരുന്ന ഒരു സന്ദർഭത്തിൽ ഇതേപോലത്തെ പല സിംറ്റംസും ചിലപ്പം കാണിച്ചേക്കാം. ചിലപ്പോൾ അതിൻ്റെ ഭാഗമാണോ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് മെമ്മറി ടെസ്റ്റോ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഒരു ന്യൂറോ ബാറ്ററി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റെഡിയാവും. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.